ഇവിടെ മന്ത്രി വീണ ജോർജ് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി വന്നതിന് ശേഷം KSU പ്രവർത്തകർ, അതിൽ 3 പ്രവർത്തകരാണ് ആകെ കണ്ടത്. അവർ കരിങ്കൊടി വീശി പ്രതിഷേധിച്ച് എന്നുള്ളത് നമുക്ക് ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെല്ലാം പോലീസ് വലയത്തിലാണ്. അതുപോലെ തന്നെ മന്ത്രി വീണ ജോർജും വനിതാ പോലീസിൻ്റെ വലയത്തിലാണ്. പിന്നെ എങ്ങനെ അവരെ ആക്രമിച്ചു എന്നതിനെക്കുറിച്ചൊന്നും നമ്മളൊന്ന് എത്ര നോക്കിയിട്ടും നമുക്കൊന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഇവിടെ ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് അതൊന്ന് കാണാം. ഇതല്ലേ അക്രമം എന്ന് പറയുന്നത്? ഇതിനെതിരെ എന്തായിരിക്കും മറുപടി എന്നുള്ളതാണ് ഈ പ്രതിഷേധിക്കുന്ന ആളുകളും ഈ അക്രമം നടത്തുന്ന ആളുകൾക്കും എന്താണ് പറയാനുള്ളത്? കണ്ടില്ലേ, പോലീസ് നോക്കി നിൽക്കെ പോലീസിൻ്റെ സാന്നിധ്യത്തിലാണ് ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനായ ഇക്ബാൽ എന്ന് പറയുന്ന വ്യക്തിയെ CPMൻ്റെ ആളുകൾ ക്രൂരമായി മർദ്ദിക്കുന്നത്. ഇതേക്കുറിച്ച് ഈ പ്രതിഷേധിക്കുന്ന ആളുകൾക്കൊക്കെ അതിനൊക്കെ മറുപടി ഇല്ലേ? അക്രമങ്ങൾ കൊണ്ട് ഒന്നും നേടിയതായി ചരിത്രത്തിൽ എവിടെയില്ല. എന്തിനാണ് വെറുതെ കാര്യമില്ലാതെ പരസ്പരം ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിട്ട് നാടിൻ്റെ സമാധാനം ഇല്ലാതാക്കുന്നതിനോടൊന്നും ഒരു തരത്തിലും നമുക്ക് ആർക്കും യോജിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇനി വീണ ജോർജ് എന്ന് പറയുന്ന മന്ത്രിയെ ആക്രമിച്ചിട്ടുണ്ട് എങ്കിലും അതിനൊന്നും നമുക്കൊരിക്കലും യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ സംഭവിച്ചത്.